ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. എങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തേക്ക് വെച്ചതിന് ശേഷം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. ചിലതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതും നമ്മൾ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേടായി പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലതൊക്കെ താഴേക്ക് കുറച്ച് അതിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ നമുക്ക് ആകെ കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ വലിയൊരു ബോക്സിലാവും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുറേ സ്പേസ് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലത്തെ സാധനങ്ങളെല്ലാം ഒന്ന് പുറത്തേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് ഫുൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ബൗള് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് സോഡ ആയി, കാരണം നല്ല വിലയുള്ള ബേക്കിംഗ് സോഡ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ക്ലീനിങ്ങിനായിട്ട് ഒരു ബേക്കിംഗ് സോഡയുടെ ഒരു ബോട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റ് വിനീഗറാണ്. അപ്പോൾ വൈറ്റ് വിനീഗർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് വിനീഗർ ഇല്ല എന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഡിഷ് വാഷും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ വൈറ്റ് വിനീഗറും ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണും അതേപോലെ തന്നെ ഡിഷ് വാഷ് ഒരു 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഷ് വാഷ് എന്നുള്ളത് ഇപ്പോൾ കാലായാലും മതി. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അതേപോലെ തന്നെ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൽ വല്ലതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലീൻ ചെയ്യാൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പോവും. നമുക്ക് കുറേ ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ഉരച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോഞ്ചിൻ്റെ മാറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാറ്റ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരു കോട്ടൺ തുണി നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ വെച്ചെടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം, ബട്ടറൊക്കെ ഞാൻ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു കള്ളിയിലാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തണവ് കിട്ടും. അന്ന് ഫ്രീസറിൽ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല വിപ്പിംഗ് ക്രീം ഇവിടുത്തെ. അപ്പോൾ അത് കാരണമാണ് ഇവിടെ വെച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറത്തെ ബോക്സിലുള്ളത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴത്തെ കള്ളിയിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഐസൊക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കറി വെച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലീവ്സ് ഉണ്ട്. അപ്പം എൻ്റെ സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ മല്ലിയില, അങ്ങനത്തെ ഒക്കെ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ്. കൂടുതൽ ടൈം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ അടിയിൽ കുറച്ച് ടിഷ്യൂ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ നനവ്, ഈർപ്പം വരുന്നത് ആ പേപ്പർ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇല അല്ലെങ്കിൽ ലീവ്സ് കുറച്ചും കൂടി ടൈം നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ അതുപോലെ ഓരോ ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ പച്ചമുളകിൻ്റെ ആണെങ്കിൽ ആ തോക്ക കളഞ്ഞതിന് ശേഷം വെക്കുമ്പോൾ കുറച്ചും കൂടി ടൈം കിട്ടും. ഇപ്പോൾ നമുക്ക് ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ബോക്സ് കിട്ടുകയാണെങ്കിൽ അത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ദോശമാവുള്ളത് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിയിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അച്ചാർ, കറിവേപ്പില, ലീവ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ഡ്രോയിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ സൈഡ് ഡോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന പാല്, പിന്നെ ജ്യൂസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പുറത്തെ എഗ്ഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗ് വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മൾ എഗ്ഗൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞാൻ ഫ്രീസർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഫ്രീസറിലുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ആദ്യം തന്നെ പുറത്തേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ ബേക്കിംഗ് സോഡയും വിനീഗറും ഡിഷ് വാഷും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ആ
മിക്സ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ സ്പോഞ്ചിൻ്റെ മാറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്ത പോലെ തന്നെ ഇതും തുടച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഫുള്ളൊന്ന് തുടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് സിങ്കിൽ കൊണ്ടുപോയി കഴുകി അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും കയറ്റാന്ന് പറയുമ്പോൾ കുറേ ഒരു ടൈമാണ്. ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും. ഇത് പപ്പടമാണ്. അപ്പോൾ പപ്പടം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരു കെട്ട് അല്ലെങ്കിൽ 2 കെട്ടായിട്ടാണ് കൊണ്ടുവരിക. അതിനുശേഷം ഞാൻ ഫ്രീസറിലാണ് ഡോറമിയാണ് സൂക്ഷിക്കുക. അപ്പോൾ അതേ കവറിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് നേരെ പപ്പടം വറുത്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ ഫ്രീസറിലാണ് ചോക്ലേറ്റ് സൂക്ഷിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്കാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചോക്ലേറ്റ് വേണം. അപ്പോൾ ഫ്രീസറാകുമ്പോൾ ആൾക്ക് തുറക്കാൻ പറ്റില്ല. താഴത്തെ കള്ളിയാണെങ്കിൽ ആൾ തുറന്നിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം ഞാൻ ഫ്രീസറിലാണ് എടുത്ത് വെക്കാറ്. ഉണക്കമാന്തലും ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. അപ്പോൾ ഇതുപോലത്തെ 2 കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചെടുക്കാറ്. അപ്പോൾ നമ്മുടെ ഉണക്കമാന്തലിൻ്റെ പോലത്തെ ബാഡ് സ്മെല്ലും വരില്ല. അതുപോലെ തന്നെ കുറേ നാൾ കേടാവാണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.